എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുകർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇപ്രകാരം ഈ രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ദൈവ വചനം ധ്യാനിപ്പാനുമായി കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നുകയറുന്ന എല്ലാവർക്കും തിരുനാമത്തിൽ വന്ദനം കർത്താവിലൂടെ സഹായിക്കുമാറാകട്ടെ. ഈ രാത്രി സമയം തുടർന്ന് അല്പസമയം ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായിട്ടൊരു വേദഭാഗം ഒരു വാക്യമായിട്ട് വായിച്ച് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 and verse 15. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ടിരുന്ന ഈ ഭാഗം വായിച്ചപ്പോൾ ഈ വേദഭാഗത്ത് ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഏറ്റവും പ്രാധാന്യമുള്ളതാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം തന്നെ മാത്രമല്ല, വിശേഷിച്ച പുതിയ നിയമത്തിൽ അതീവ പ്രാധാന്യമുള്ളതാകുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന സന്ദർഭത്തിലെല്ലാം തന്നെ ആവർത്തിച്ചുപയോഗിക്കുന്നതാകുന്ന ഒരു പ്രയോഗമാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ഈ ഭൂമിയിലെ അവിടുത്തെ ഐഹിക ജീവിതകാലത്ത് അവിടുന്ന് പറഞ്ഞിട്ടുള്ളതാകുന്ന വിഷയങ്ങളുടെ പ്രാധാന്യതയെ ഉറപ്പിക്കാനായിട്ട് കർത്താവ് പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളതാകുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിതയ്ക്കുന്നവന്റെ ഉപമയെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് 2 പ്രാവശ്യം കർത്താവ് ഈ കാര്യം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. 4-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ വാക്യവും അതിന്റെ 23-ാമത്തെ വാക്യത്തിലും ഇതേ വാചകം ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ഉപമ പറയുമ്പോഴും അതിന്റെ ശേഷം അതിന്റെ വ്യാഖ്യാനം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ കൺക്ലൂഷനായിട്ട് കർത്താവ് പറയുമ്പോഴും ഇതേ വാചകം ഉപയോഗിക്കുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീതമാകുന്ന ഒരു കഴിവാണ് കേൾവി എന്ന്, കേൾക്കുക എന്ന്. മനുഷ്യന്റെ ജീവിതത്തില് അതിന്റെ ഒരു പ്രൈമറി സെൻസാണ് കേൾവി എന്നുള്ളത്. ഏറ്റവും അവസാനം അവനിൽ ഇല്ലാതാകുന്നത് അത് തന്നെയാണെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് അധികം അറിയില്ല, എങ്കിലും പൊതുവെ കേട്ടിട്ടുള്ളത് അങ്ങനെ. മറ്റു മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന നമ്മുടെ നാവ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കേൾവി എന്നുള്ളത്, ചെവികൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഈ മനുഷ്യന് ഏറ്റവും മനസ്സിലാകുന്ന അല്ലെങ്കിൽ മനുഷ്യന് നന്നായിട്ട് ഗ്രഹിപ്പാൻ കഴിയുന്ന ഇനി എഴുന്നേപ്പിച്ചു കേട്ടോ, സാറായി വേറെ ആരെയും എഴുന്നേപ്പിക്കുക. മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ മറ്റു മനുഷ്യരുമായിട്ടോ നമുക്ക് ആശയവിനിമയം നടത്തുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാകുന്ന ഒരു അവയവമാണ് കേൾവി എന്നുള്ളത്, ചെവികൾ എന്നുള്ളത്. നമ്മുടെ കർത്താവ് ഇത് അല്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഈ കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട ആത്മിക സത്യം നമ്മെ ഗ്രഹിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളെ ഒന്ന് വളരെ ഡിസ്ട്രാക്ഷൻ തന്നെയല്ലേ, നീ ആന്റിയുടെ അടുത്ത് പോയി മനസ്സിലായി, അവനെ ആന്റിയുടെ അടുത്ത്
അവിടെ അതിലൂടെ ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞു വന്ന വിഷയം മനുഷ്യന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ എളുപ്പം ഗ്രഹിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് കർത്താവ് ഒരു പ്രധാനപ്പെട്ട സത്യം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, വളരെ പ്രാധാന്യമുള്ളതാകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാര്യം കർത്താവ് മനുഷ്യന് മനസ്സിലാകുന്ന, ഏത് രാജ്യത്തും ഏത് കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ എല്ലാവർക്കും മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സാദൃശ്യം കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്? പ്രാധാന്യമുള്ളതാകുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാവുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എങ്കിലും നമ്മുടെ ചെവികളും വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സംസാരം പോലെ തന്നെ നമ്മുടെ കേൾവിയും വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നിശ്ചയമായിട്ടും കർത്താവ് ഈ സാദൃശ്യം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. നാം സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. എന്നാൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതിന് മുൻപേ നമ്മളെ ഏത് നിലയിലാക്കി തീർക്കുമോ, നമ്മളെ ഏത് നിലയിൽ സ്വാധീനിക്കുമോ, അത് നമ്മൾ കേൾക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് അക്ഷരാഭ്യാസമോ അക്ഷരങ്ങളോ ഒന്നും പഠിക്കുന്നതിന് മുൻപേ ഒരു കുഞ്ഞിന്റെ സ്വഭാവം രൂപപ്പെടുന്നതിന്റെ ഒരു ഭാഗം ആ കുഞ്ഞു വീട്ടിൽ കേൾക്കുന്നത്. ആ കുഞ്ഞു വീട്ടിൽ നല്ല വാക്കല്ലാത്തതാണ് കേൾക്കുന്നതെങ്കിൽ അത് ആ കുഞ്ഞ് സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോഴേ ഒരു കുഞ്ഞ് എന്നെ ഒരു പേര് വിളിച്ചു. ഇവിടെ വല്ല നിങ്ങളാരും പേടിക്കണ്ട. സത്യത്തിൽ എനിക്ക് ആദ്യം ഒരു തമാശ പോലെ അത് തോന്നിയെങ്കിലും പിന്നീട് എനിക്ക് വലിയ വിഷമമുണ്ടായി. എന്നെ വിളിച്ചതുകൊണ്ടല്ല, കാരണം ആ കൊച്ചു കുഞ്ഞ് അവനെ ആ വീട്ടിലോ അല്ലെങ്കിൽ എവിടെ നിന്നോ, ആ വീട്ടിലാണോന്ന് എനിക്കറിയത്തില്ല, പക്ഷെങ്കില് അവൻ കേട്ട കാര്യം, അവൻ സ്കൂളിൽ പോയില്ല, അവൻ നഴ്സറി പഠിക്കുന്ന ആളല്ല, ഒന്നുമല്ല, പക്ഷെ അവൻ കേട്ടത്, അല്ലെങ്കിൽ അതുപോലെ ഒരാള് ബഹുമാനമില്ലാതെ മറ്റൊരാളെ വിളിക്കുന്നത് അവൻ കേട്ടു. അവൻ കേട്ട കാര്യം അവൻ പ്രയോഗത്തിൽ വരുത്തി, അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇതാണ്, നാം സംസാരിക്കുന്നതിന് മുൻപേ പലപ്പോഴും നാം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മെ നന്മയ്ക്കായിട്ടോ തിന്മയ്ക്കായിട്ടോ നമ്മെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കേൾവിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ പ്രാധാന്യതയോടെ പറയുന്നു. ഞാൻ ആ കാര്യം ശാന്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശ്രമിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം കർത്താവ് എന്താണ് പറയുന്നത്? അവിടെ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം നിങ്ങൾ എല്ലാവരും എടുത്തു. 22-ാമത്തെ വാക്യത്തില് 23-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നു എന്ന് ശ്രദ്ധിച്ചേ, ഒന്നെടുത്ത് എല്ലാവരും എടുത്ത ആ വേദഭാഗം. മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 and verse 24. വായിച്ചോളൂ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു നോക്കിയ. അപ്പൊ നിങ്ങൾ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രമല്ല കർത്താവ് പറഞ്ഞത്,
നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളി. അപ്പോൾ നിശ്ചയമായിട്ടും നാം കേൾക്കുന്ന കാര്യങ്ങൾ, ശ്രദ്ധിക്കണേ, നാം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മെ നിശ്ചയമായും സ്വാധീനിക്കും. അതുകൊണ്ടാണ് നാം കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളട്ടെ എന്ന് കർത്താവ് പറഞ്ഞത്. ഇത് ദൈവത്തിന്റെ വചനം വളരെ പ്രാധാന്യതയോടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേൾക്കുന്നത് സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് കർത്താവ് പറഞ്ഞത്? 1-ാം സങ്കീർത്തനം നമുക്ക് കാണാതറിയാം. 1-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം തുടങ്ങുന്നത് എന്താണെന്നറിയാം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ. മനസ്സിലായെന്ന എന്റെ ചിന്ത? ദുഷ്ടന്റെ ആലോചന, അതിൻ പ്രകാരം നമ്മൾ നടക്കണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? ദുഷ്ടന്റെ ആലോചന കേട്ടെങ്കിലേ പറ്റുക. ദുഷ്ടന്റെ ആലോചന ഉള്ളിൽ കയറുമ്പോഴാണ് ദുഷ്ടന്റെ ആലോചന പ്രകാരം നമ്മൾ നടക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നിശ്ചയമായിട്ടും നാം കേൾക്കുന്ന കാര്യങ്ങൾ ഒന്നുകിൽ നമ്മെ നന്മയ്ക്കായിട്ടോ അല്ലെങ്കിൽ തിന്മയ്ക്കായിട്ടോ നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയെന്ന് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അതിന്റെ മുകളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ യെശയ്യാവിന്റെ പ്രവചനത്തിൽ നിന്ന് പൗലോസ് കോട്ടിയിരിക്കെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേച്ച് അടുത്ത വാക്യത്തിലേക്ക് പറയുകയാണ്, വിശ്വാസം കേൾവിയാൽ വരുന്നു. നോക്കണം. അപ്പോ നാം നടക്കുന്നത്, തെറ്റായ വഴിയിൽ നാം നടക്കാൻ തുടങ്ങിയാൽ അത് ഒരു കേൾവിയാലാണ്. ശ്രദ്ധിക്കണേ, തെറ്റായ വഴിയിൽ നാം നടക്കാൻ തുടങ്ങുന്നത് ദുഷ്ടന്റെ ആലോചന കേൾക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ശരിയാകുന്ന ദൈവത്തിലുള്ള ആശ്രയം നമ്മിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കേൾവിയാല. കേൾവിയാല ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കേൾവി, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. ഇനിയും വിശ്വാസം കേൾവിയാല വരുന്നതെങ്കിൽ അവിശ്വാസവും കേൾവിയാല വരും. അത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ സംശയിപ്പാനും ദൈവവചനത്തെ സംശയിപ്പാനും ദൈവവചനത്തെ പുറകിൽ എറിഞ്ഞു കളയുവാനും ദൈവവചനത്തിന്റെ പ്രാധാന്യത നൽകാതിരിക്കുന്നതിനും ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നതിനും ദൈവവചനത്തിൽ നിന്ന് കുറയ്ക്കുന്നതിനും എല്ലാം കാരണമായി തീരുന്നതും കേൾവിയാണ്. അതും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം നമുക്ക് വളരെ പരിചിതമാണ്. സാത്താൻ വന്ന് ഹവായോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, Did God really say? യഹോവ അങ്ങനെ വാസ്തവത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ? രണ്ടാമതായിട്ട് അവളോട് ചോദിച്ചത്, അവളോട് പറഞ്ഞത്, നീ നിശ്ചയമായിട്ടും മരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞു യഹോവ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? അതുള്ളിലേക്ക് കയറി അത് അവിടെ ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്തത്, പാപം ചെയ്താലൊന്നും വലിയ പരിണിത ഫലമൊന്നും ഉണ്ടാകത്തില്ലെന്നേ, കുഴപ്പമില്ലെന്നേ, ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, നമ്മളിത് ഒത്തിരി നാളായിട്ട് ചെയ്തു വരുന്നതല്ലേ, എന്നോ സംഭവിച്ചു. മനസ്സിലാകുന്നുണ്ടോ? നാം കേൾക്കുന്നത് എന്താ? ഇത് ഒത്തിരി നാളായി തുടരുന്നതല്ലേ, ഇത് ഒത്തിരി നാളായി പറയുന്നതല്ലേ, ശിക്ഷ വരുന്നതൊക്കെ, എന്നോ സംഭവിച്ചു, സംഭവിക്കണമെന്നേ. നാം കേൾക്കുന്നത് എന്തോ അത് നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങും. നാം കേൾക്കുന്നത് നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങും. മാത്രമല്ല, പിശാച് ഏറ്റവും അവസാനത്തെ അണിയായിട്ട് ഉപയോഗിച്ചത്, നീ ദൈവത്തെ പോലെ ആയിത്തീരും. ആദ്യം ഒരു സംശയം ഉള്ളിലോട്ട് കൊടുത്തു, പിന്നെ പറഞ്ഞു നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞു,
പിന്നെ പറഞ്ഞു, നീ ദൈവത്തെ പോലെ ആയിത്തീരും. ഇത് കേട്ടതാണ് അവൾ അവിശ്വസിക്കുവാനും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വീണുപോകാനും കാരണമായി തീർന്നു. ശ്രദ്ധിക്കണേ, ഇതെവിടാ തുടങ്ങിയത്? പിശാച് പറഞ്ഞതിന് ചെവി കൊടുത്തപ്പോഴാണ് വീഴ്ച ആരംഭിച്ചത്. അപ്പോൾ നിശ്ചയമായിട്ടും നാം കേൾക്കുന്നത് നമ്മെ സ്വാധീനിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമാകുന്ന മുന്നറിയിപ്പ് നമുക്ക് നൽകി. അതുകൊണ്ടാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും നിങ്ങൾ കേൾക്കുന്നത് സൂക്ഷിച്ചുകൊള്ളീൻ എന്നും ഒക്കെ കർത്താവ് പറയുന്നതിന്റെ കാരണം. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? നാം കേൾക്കുന്നത് നമ്മളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ യാക്കോബ് അപ്പോസ്തലൻ നമ്മളോട് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. നാം കേൾക്കുന്നതാകുന്ന ദൈവവചനം നമ്മെ സ്വാധീനിക്കണമെങ്കിൽ ദൈവവചനം അനുസരിപ്പാനായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. വചനം കേൾക്കുക മാത്രം നാം ചെയ്താൽ നാം നമ്മെ തന്നെ ചതിക്കുക. ആകയാൽ അതിനെ ചെയ്യുന്നവരായി വിരിപ്പിൻ. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ നമ്മെ അത് പ്രബോധിപ്പിക്കുന്നു. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക, നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. നാമും അവരെ പോലെ ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. ആരെ പോലെ? ഇസ്രായേലിനെ പോലെ നാം കേട്ടവരാ. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചു? എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ശ്രദ്ധിക്കണമേ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വിശ്വാസം കേൾവിയാൽ ഉണ്ടാകുന്നു, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ ഉണ്ടാകുന്നു. ശരിയാണ്. പക്ഷെങ്കിൽ കേട്ടതാകുന്ന വചനം നമ്മൾ വിശ്വാസമായി പരിണമിക്കണം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാ പറയുന്നത്. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് 95-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മളവിടെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത്. എന്താണ് അരുളി ചെയ്തത്? ചെയ്യുന്നത്, ഇന്നു നിങ്ങൾ അവിടുത്തെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ. അപ്പോൾ ദൈവശബ്ദം നാം കേൾക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഹൃദയങ്ങളെ കഠിനമാക്കാം, വി ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, കാരണം നമ്മൾ തലമുറകളായിട്ട് അത് കേൾക്കുകയാണ്. അല്ലെങ്കിൽ ഇത് നമ്മിൽ വിശ്വാസമായി പരിണമിക്കാം, അത് നമുക്ക് പ്രയോജനപ്പെടും. കേൾക്കുന്നതാകുന്ന വചനം വിശ്വാസമായി പരിണമിക്കുക. എന്താ അതിന്റെ അർത്ഥം? വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടറിയാം, ദൈവത്തിലുള്ളതാകുന്ന ആശ്രയബോധമാണ് വിശ്വാസം. ദൈവത്തെ നമുക്ക് ചാരാൻ കഴിയുന്നതാണ് വിശ്വാസം. അപ്പോൾ ദൈവം പറയുന്നത് ശരിയാണെന്നും against all the odds, സകല പ്രതികൂലമാകുന്ന കാര്യങ്ങൾക്കും വിരുദ്ധമായിട്ട് ദൈവമാണോ പറയുന്നത് എങ്കിൽ അത് ശരിയാണെന്ന് ദൈവത്തെ നമുക്ക് ആശ്രയിക്കാനായിട്ട് കഴിയണം. അതാണ് വിശ്വാസമായി പരിണമിക്കുന്നത്. അതിന്റെ മറുവശം എന്താണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തെ നമുക്ക് എന്ത് ചെയ്യാം? കഠിനമാക്കാം. വി ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അതായത് ഇതുകൊണ്ടൊന്നും വലിയ പ്രശ്നമില്ലെന്നും ഹവ്വ കേട്ടതുപോലെ തന്നെ നിശ്ചയമായിട്ട് നിങ്ങൾ മരിക്കുകയില്ല. യു ക്യാൻ ഗെറ്റ് അവേ വിത്ത് ദാറ്റ്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ലാതെ മുൻപോട്ട് പോകാം എന്ന ചിന്ത, നോ. അങ്ങനെ നാം ചെയ്താൽ
നാം നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നു. വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം അത് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ നമ്മൾ കാണുന്നത്, കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ കേൾക്കുന്നത് നമ്മെ നിശ്ചയമായിട്ടും സ്വാധീനിക്കാനുള്ളതാകുന്ന ആ വലിയ സാധ്യതയും സത്യവും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ ചില വേദഭാഗങ്ങൾ അതിനോട് ബന്ധത്തില് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. ഒരുപക്ഷെ നോട്ട്സ് കുറിച്ചെടുക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടും. മത്തായിയുടെ സുവിശേഷം 11:15 നമ്മളത് കണ്ടു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-ാം വാക്യവും 43-ാമത്തെ വാക്യത്തിലും ഈ കാര്യം വീണ്ടും ആവർത്തിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയും വളരെ പ്രാധാന്യമുള്ളതാകുന്ന വിഷയങ്ങൾ പറഞ്ഞപ്പോഴാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞത്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ കണ്ടു, അതിന്റെ 4-ാം അധ്യായം 9-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലും ഈ കാര്യം കർത്താവ് പറഞ്ഞേക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ കർത്താവ് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വാക്യത്തിലും ഇത് തന്നെ കർത്താവ് ആവർത്തിക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 2, 3 അധ്യായങ്ങളിൽ ആവർത്തിച്ച് ഇതേ കാര്യം 7 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2, 3 അധ്യായങ്ങളിൽ 2-ാം അധ്യായം 7-ാം വാക്യം, 11-ാം വാക്യം, അതുപോലെ തന്നെ അതിന്റെ 17-ാം വാക്യം, 29-ാം വാക്യം, 3-ാം അധ്യായം 6-ാം വാക്യം, 13-ാം വാക്യം, 22-ാം വാക്യം. ഈ വേദഭാഗങ്ങളിലൊക്കെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ വളരെ പ്രാധാന്യമുള്ളതാകുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്ക് കേൾക്കണമോ വേണ്ടായോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഇപ്പൊ തന്നെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം പോലും കേൾക്കാത്തവരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, നന്നായിട്ടറിയാം. എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും കേൾക്കാത്തവരും ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം, നന്നായിട്ടറിയാം. അതെപ്പോഴും ഉണ്ട് താൻ. അപ്പോൾ കേൾക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് എവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ട്. ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അവര് പറഞ്ഞ ഒരു റിപ്പോർട്ട് ഒത്തിരി നാൾ മുമ്പ് എവിടെയോ വായിച്ചതാണ്. എന്താ അതിന്റെ റെഫറൻസുകളൊന്നും ഞാൻ ഓർക്കുന്നില്ല, എവിടെയോ വായിച്ചു. അതായത് ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ ശബ്ദം, ആ കുഞ്ഞ് ഉറച്ച് കരയുകയാണെങ്കിൽ, മറ്റൊത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും, തെളിവ് അത് റിസർച്ച് ചെയ്തതിന്റെ വെളിച്ചത്തിൽ അവർ പറഞ്ഞതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ വായിച്ചത് ഇങ്ങനെയാണ് ഓർക്കുന്നത്. ഒത്തിരി ഡിസ്ട്രാക്ഷൻസും ഒത്തിരി ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ ശബ്ദം ഒരു പരിധിക്കപ്പുറത്ത് നിന്ന് കേൾപ്പാൻ കഴിയുന്ന ആ സ്ഥലത്ത് നിന്ന് വേറെ ഒരുപാട് ശബ്ദങ്ങൾ അതിനെ മൂടുന്നുണ്ടെങ്കിലും കേൾക്കാൻ കഴിയുമെന്ന്. അതിന്റെ കാര്യം എന്തുവാ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, തന്റെ കുഞ്ഞിന്റെ ശബ്ദം തിരിച്ചറിയാൻ ജന്മം കൊടുത്ത ഒരു മാതാവിന് കഴിയുമെന്നുള്ളത്. ആ ഫാക്ച്വാലിറ്റി ആ മാതാവിനകത്തുണ്ട്. അതുകൊണ്ടാണ്. മാത്രമല്ല, അത് കേൾക്കാനുള്ളതാകുന്ന ഒരു താല്പര്യവും എപ്പോഴും അതുകൊണ്ടുകൂടെ കേൾക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോഴേ
ഒരിക്കൽ ഞാൻ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മുടെ ഈ കേൾവി, നമ്മുടെ ചെവിയുടെ കേൾവി നമുക്ക് തന്നെ അത് കുറച്ചൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. എന്നോട് ഡോക്ടർ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞത് വലിയ ശബ്ദമുള്ളിടത്തൊന്നും ഇരിക്കില്ലെന്ന് പറഞ്ഞു. അത് നമുക്ക് പറ്റത്തില്ലല്ലോ. ഞാൻ വായിച്ചത് ഇങ്ങനെയാ, ഈ മ്യൂസിക് കേൾക്കുമ്പോൾ അതിന്റെ ആ ബേസ് ഗിറ്റാറിന്റെ ശബ്ദം നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ബാക്കിയുള്ളത് മുഴുവൻ ഫെയ്ഡ് ഔട്ട് ആകും. നിങ്ങളത് പരിശോധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ബാക്കിയുള്ള ശബ്ദങ്ങൾ ഫെയ്ഡ് ആകും. അത് മാത്രം ഇങ്ങനെ കേൾക്കും. പക്ഷെ ആ ശബ്ദം മുന്നിലൊന്നും നിൽക്കുകയല്ല. പക്ഷെ വി ക്യാൻ ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു വരുന്നൊരു താല്പര്യം, കേൾക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ദൈവവചനം കേൾക്കണമെന്ന് ഒരാൾ നിശ്ചയിച്ചാണല്ലോ കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നയാൾക്ക് നിശ്ചയമായിട്ടും കേൾക്കാൻ കഴിയും. ഒരിക്കല് ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ടെലിഗ്രാഫ് കമ്പി സന്ദേശം, ഈ കമ്പി സന്ദേശം അയക്കുന്ന ഒരു കമ്പനി, ഒരു പോസ്റ്റൽ കമ്പനി പത്രത്തിൽ പരസ്യം ചെയ്തു. ഇത് മോഴ്സ് കോഡ് എന്തോ അല്ലേ, മോഴ്സ് കോഡ് അല്ലേ, അത് ഓപ്പറേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അത് നന്നായിട്ട് അറിയുവാൻ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾക്ക് ആവശ്യമാണ്. പത്രത്തിൽ പരസ്യം ചെയ്യും. ഒത്തിരി പേര് അതിന് അപ്ലൈ ചെയ്തപ്പോൾ അവര് എക്സാം കൊടുത്തു. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എക്സാമിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറച്ചുപേരെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു. അവരെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ച് അവരുടെ ആ ഫ്രണ്ട് ഓഫീസിൽ ഇങ്ങനെ ഇരുത്തിരിക്കുക. അകത്തെ റൂമിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അവരെല്ലാം അവിടെ ഇരിക്കുക, വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട്. ചിലര് ചായ കുടിക്കുന്നു, ചിലര് പൊട്ടിച്ചിരിക്കുന്നു. ഒത്തിരി സമയം അവിടെ ഇരുന്നു. ഒരുപാട് സമയം ഉദ്യോഗാർത്ഥികളെല്ലാം ഇന്റർവ്യൂവിന് വന്നവരെല്ലാം അവിടെ ഇരിക്കുക. അവര് കുറച്ച് കഴിഞ്ഞപ്പോ ഒത്തിരി നേരമായിട്ട് ഇന്റർവ്യൂവിനൊന്നും വിളിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവര് തമാശ പറയാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും പൊട്ടിച്ചിരിക്കാനും ശബ്ദകോലാഹലത്തിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് അവിടെ എണ്ണീറ്റ് പോകുന്നതാണ്. പെട്ടെന്ന് എണ്ണീറ്റ് പോയി അദ്ദേഹം അതേ റൂമിലേക്ക് പോയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം തിരിച്ചിറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോൾ ഒരു നല്ല പുഞ്ചിരിയായിട്ടൊക്കെയാ വരുന്നത്. അകത്ത് നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, ഇന്റർവ്യൂ ഇസ് ഓവർ, ആളെ ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവരെല്ലാം കൂടെ വെള്ളം ഉണ്ടാക്കി. ഇതെന്നോ കളിയാണ്, ഞങ്ങളെ എല്ലാരെയും ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ഞങ്ങളെ ആരെയും ഇന്റർവ്യൂ ചെയ്യാതെ ഒരാളെ മാത്രം നിങ്ങൾ പക്ഷപാതപരമായിട്ട് തെരഞ്ഞെടുത്തേച്ച് ഞങ്ങളോട് പോകാൻ പറയുന്നു. അവര് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്ന സമയം മുതൽ നിങ്ങളുടെ പേരുകൾ ഞങ്ങൾ ആ PA സിസ്റ്റത്തിൽ കൂടെ മോഴ്സ് കോഡിൽ നിങ്ങളുടെ പേരുകൾ ഇങ്ങനെ വിളിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനേകരുടെ പേരുകൾ വിളിച്ചു. ആരും വന്നില്ല. ഒരുവന്റെ പേര് വിളിച്ചപ്പോ അവൻ അത് കേട്ടു, അവൻ വന്നു, അവന് ജോലി കൊടുത്തു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. ദൈവത്തിന്റെ വചനം കേൾക്കാനും നമുക്കത് അഭ്യസനമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ, ദൈവം എന്നാണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധാനത്തിൽ ഒരുക്കമുള്ളവരാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ഒരുവന് ദൈവശബ്ദം കേൾപ്പാൻ കഴിയും. സഭയിലായിരിക്കുമ്പോഴവന് കഴിയും, വീട്ടിലായിരിക്കുമ്പോഴവന് കഴിയും, ജോലിസ്ഥലത്ത് അവന് കഴിയും. അല്ല, വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ദൈവശബ്ദം കേൾപ്പാൻ അതിനുവേണ്ടി തയ്യാറുള്ളവന് കഴിയും എന്ന കാര്യം നമ്മൾ മറന്നുപോകും. ഇറ്റ് ഈസ് അവർ ചോയ്സ് വെദർ വി വാണ്ട് ടു ലിസൺ ഓർ നോട്ട്. ദൈവത്തിന്റെ വചനം നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? നമുക്ക് നിശ്ചയമായിട്ടും ബൈ ട്രെയിനിങ്
ദൈവശബ്ദം കേൾപ്പാനായിട്ട് കഴിയും, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. ശമൂവേലിന്റെ പുസ്തകത്തിൽ 1 ശമൂവേൽ 3-ാം അധ്യായം, നമുക്കറിയാവുന്ന സംഭവം. അവിടെ ശമൂവേൽ കിടന്നുറങ്ങിയ, അപ്പോൾ ശമൂവേൽ ദൈവം വിളിച്ചു. ഏലിയാണ് വിളിച്ചതെന്ന് ഓർത്ത് അവനങ്ങോട്ട് ചെന്നു. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു. ദൈവത്തിന് നേരിട്ട് ശമൂവേലിനെ ഞാൻ വിളിച്ചാൽ പറയണം, നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം അതിലൂടെ, കാരണം പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് ബുദ്ധിയുപദേശത്തിനാണെന്ന് ആ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിലൂടെ ഒരു വലിയ സത്യം നമ്മളെ കൂടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ സത്യം? ദൈവത്തിന് നേരിട്ട് ശമൂവേലിനെങ്ങും അങ്ങ് വെളിപ്പെട്ട് ശമൂവേലിനോട് പറഞ്ഞാൽ പോരായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ദൈവം ചെയ്തത്. ദൈവം എന്താ ചെയ്തത്? ആ പുരോഹിതൻ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒത്തിരി കുറവുകളും കുറ്റങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ ദൈവം എന്താ ചെയ്തത്? ദൈവം ഒരിക്കലും ദൈവം തന്നെ വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾക്ക് പുറത്തു പോകില്ല. ആ കാലഘട്ടത്തിൽ ശമൂവേലിനെ ട്രെയിനപ്പ് ചെയ്യുവാൻ ആ പുരോഹിതനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ദൈവം അദ്ദേഹത്തെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് നേരിട്ട് വന്നു എന്ന് ശമൂവേലിനോട് പറഞ്ഞില്ല. എന്നിട്ട് ആ ശബ്ദം ഉണ്ടായപ്പോൾ ഈ പുരോഹിതനിൽ കൂടെ ശമൂവേലിനോട് പറഞ്ഞു, ഇനി വിളിക്കുകയാണ് പറഞ്ഞേര്, അടിയനിതാ അരുളി ചെയ്യണമേ. മനസ്സിലാക്കണേ? ഇറ്റ് ഈസ് അവർ ചോയ്സ്, നമ്മുടെ തെരഞ്ഞെടുപ്പ്. നമുക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണ്ട എങ്കിൽ കേൾക്കണ്ട. കേൾക്കാൻ താല്പര്യമുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് നിശ്ചയമായിട്ട് സംസാരിക്കും. അതേത് സാഹചര്യത്തിലും സംസാരിക്കും. അതുകൊണ്ടാണ് അടിയനിത അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാമെന്ന മനോഭാവമുള്ളവനോട് ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. അല്ലാതെ ഉള്ളവനോട് ദൈവത്തിന് സംസാരിപ്പാനില്ല. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പഠനമോ നമ്മുടെ ബുദ്ധിയോ അല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന്റെ ആധാരം. അല്ല, ദൈവശബ്ദം കേൾക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടെന്നും എനിക്ക് വാഞ്ചയുണ്ടെന്നും മാത്രമല്ല, അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തി കൊടുക്കുന്ന ഏത് വിദ്യാഭ്യാസം ഉള്ളവനോ ഇല്ലാത്തവനോ ആരും ആകട്ടെ, അറിവില്ലാത്തവനാകട്ടെ, ആരും ആകട്ടെ, അവനോട് ദൈവത്തിന് സംസാരിപ്പാൻ, ആ വ്യക്തിയോട് ദൈവത്തിന് നിശ്ചയമായിട്ട് സംസാരിപ്പാൻ. കേൾക്കുക എന്നുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പും നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. എന്നാൽ വേറൊരു കാര്യം മനസ്സിലാക്കാം, കേൾക്കാൻ കഴിയാത്തത്, ദൈവശബ്ദം നമുക്ക് കേൾപ്പാൻ കഴിയാത്തത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വലിയ പോരായ്മയെ ചൂണ്ടിക്കാണിക്കുന്നു. കേൾക്കണേ. ഇവിടെ വന്ന് പ്രസംഗം കേട്ടു പോകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നേരിട്ട് ദൈവവചനത്തിലൂടെയും ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ അല്ല, അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ താഴുവാൻ മനോഭാവമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും, ജോലി സ്ഥലത്തും അവനോട് ദൈവത്തിന് സംസാരിക്കാം. ദൈവത്തിന് സംസാരിപ്പാൻ നാം ചിന്തിക്കുന്നത് പോലെയല്ല. ഒരു കാഷ്വൽ ടോക്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാം. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിട്ടില്ല, എനിക്കുണ്ടായിട്ടുണ്ട്. മനസ്സിൽ ഉറപ്പില്ലാതെ അല്ലെ ചിന്തിച്ചുകൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, അല്ലെ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയത്തെ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ ഒരു സാധാരണ സംസാരത്തിൽ അദ്ദേഹം ഒന്ന് പറയുക, അത് അദ്ദേഹം പറയുന്ന ഒരു വിഷയത്തിൽ കൂടെ അദ്ദേഹം പറയുക. ഗോഡ് ക്യാൻ സ്പീക്ക് ടു യു. ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ നമുക്ക് മധ്യസ്ഥന്മാരുടെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് അപ്പച്ചന്റെ സാന്നിധ്യത്തിൽ വന്നിട്ട് അപ്പച്ചന്റെ ശബ്ദം കേൾക്കാൻ ദൈവ പൈതലിന് കഴിയണം. അതാ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം. കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിന് പിഴവ് സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ട്
ദൈവസന്നിധാനത്തിൽ വീഴാൻ നമ്മൾ ഒരുക്കമായിരിക്കണം. നമ്മൾ ഒരുക്കമാകണം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പിന്മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട പല ലക്ഷണങ്ങളിൽ ഒന്ന് ദൈവശബ്ദം നമുക്ക് കേൾപ്പാൻ കഴിയാത്തതാണ് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. എവിടെയാ വാക്യം? എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന് 11-ാം വാക്യം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന് 11-ാം വാക്യം. ദയവായിട്ട് വായിച്ചോളൂ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. നോക്കുക, ഒന്ന് ശ്രദ്ധിക്കണം ആ വേദഭാഗം. നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവർ ആകൊണ്ടെന്നല്ല, പിന്നെന്തായി തീർന്നു? ആയി തീർന്നത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു കാലത്ത് ഇവര് ദൈവവചനം കേട്ടവരാ, അവർക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. ഒരു കാലത്ത് മഹാപൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഒരു കാലത്ത് മൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉള്ളം പിടച്ചിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ ഇതൊന്നും വലിയ വിഷയമല്ല. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, നിങ്ങളോട് പിന്നെയും ആദി പാഠങ്ങളെ തന്നെ ഉപദേശിച്ചു തരാൻ ആവശ്യമായിരിക്കും. പ്രിയമുള്ളവരെ, ഈ ആദി പാഠങ്ങളിൽ ഇഷ്ടപ്പെടുന്നതിന്റെ പ്രത്യേകത എന്താ? കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതിന്റെ ലക്ഷണം. എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം നമ്മൾ കേൾക്കാതിരിക്കുന്നത് ഒന്നുകിൽ മനഃപൂർവമായിട്ട് അതിനെ പുറകിൽ എറിഞ്ഞു കളയുകയും ദൈവവചനത്തെ we took it for granted, നമ്മൾ അതിനെ ലാഘവത്തോടെ കരുതിയതുകൊണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഏതാണെന്നറിയാം? പഴയ നിയമത്തിലാണ്. ശമൂവേലിന്റെ പുസ്തകത്തിൽ തന്നെ, ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒരു കാലത്ത് ഞാൻ നിന്നോട് യഹോവയുടെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് അല്പം നിൽക്ക എന്ന് പറഞ്ഞവനാകുന്ന വ്യക്തി ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞ വാക്കുകൾ. ഒരിക്കൽ ദൈവശബ്ദം കേട്ടയാളാണ്, പക്ഷെങ്കിൽ ദൈവവചനത്തെ പുറകിലെറിഞ്ഞു കളഞ്ഞു, പ്രസ്യൂം ചെയ്തു. He took it for granted. കുഴപ്പമില്ലെന്ന് ചിന്തിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? അതിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, ശമൂവേലിന്റെ 1-ാം പുസ്തകം അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. ഊറീം കൊണ്ടോ തുമ്മീം കൊണ്ടോ യഹോവ അവനോട് സംസാരിച്ചില്ല. അന്നേരം ആ വെളിച്ചപ്പാടുത്തിയുടെ പുറകെ പോയത്. എപ്പോഴാ വെളിച്ചപ്പാടുത്തിയുടെ പുറകെ പോയത്? ദൈവം സംസാരിക്കേണ്ട മാധ്യമങ്ങളിൽ കൂടെ ദൈവം ശബ്ദം കേൾപ്പാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അന്നേരം ആ വെളിച്ചപ്പാടുത്തിയുടെ പോയി. പ്രിയമുള്ളവരെ, ആർക്കാ ഭാവിയെ കുറിച്ച് ആശങ്കയുള്ളത്? ആരാകുലചിത്തരാകുന്നത്? ദൈവശബ്ദം കേൾക്കാനോ അത് വിശ്വസിപ്പാനോ കഴിയാത്തവരാണ്. ദൈവശബ്ദം കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവന് നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. കാരണം അവൻ ഉറപ്പുണ്ട്. അവൻ നേരത്തെ കേട്ടത് അവനിൽ വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ട്. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് എനിക്ക് നന്നായി അറിയാം. നേരത്തെ കേട്ടത് വിശ്വാസമായി അവനിൽ ഉറച്ച് അവനിൽ വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ട്. ദൈവശബ്ദം അവൻ കേൾക്കുന്നു. എന്നാൽ ദൈവശബ്ദം കേൾപ്പാൻ കഴിയാത്ത ഒരുവന്റെ അവസ്ഥയാണ് കേൾപ്പാൻ മാന്യമുള്ളവരായി തീരുക. ഡൾ ഇൻ ഹിയറിംഗ്, കേൾപ്പാൻ കഴിയാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, എങ്ങനെയാണ്, എന്നൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു, എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് കേൾപ്പാൻ കഴിയും?
കേൾപ്പാൻ കഴിയുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധാനത്തിലായിരുന്നപ്പോൾ കർത്താവ് എന്നോട് ഇടപെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും എനിക്കെന്ന പോലെ നിങ്ങൾക്കും ഇത് ബാധകമാണ്. ഞാൻ വിശ്വസിക്കുന്നത് എഫെസോസ് സഭയ്ക്കുള്ള ദൂത് എഫെസോസ് സഭയുടെ ദൂതനെയായി ഏൽപ്പിക്കുന്നു. എഫെസോസ് സഭയ്ക്കുള്ള ദൂത് ഫിലദൽഫിയ സഭയുടെ ദൂതിന്റെ കയ്യിലല്ല കൊടുത്തത്. മനസ്സിലാകുന്നതാ എന്റെ ചിന്ത. എഫെസോസ് സഭയ്ക്കുള്ള ദൂത് എഫെസോസ് സഭയ്ക്ക് ഉള്ള ദൂതിന് തന്നെയാണ് കൊടുത്തത്, വേറെ ആരുടെയും കയ്യിലല്ല കൊടുത്തത്. അതുകൊണ്ട് എന്നോട് ദൈവം സംസാരിച്ചെങ്കിൽ പ്രൈമർലി അത് എന്നോടും പിന്നെ നിങ്ങളോടും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത് ദൈവിക സന്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് ഒരു പ്രസംഗം കേട്ട് പോകുന്ന ലാഘവത്തോടെ ദയവ് ചെയ്ത് പോകരുത്. We should listen to God. We should hear Him. ഇന്നൊന്നും നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും. നാം ദൈവശബ്ദം കേൾക്കാനായിട്ട് എങ്ങനെ നമുക്ക് കഴിയുന്നു? ഒന്ന്, ഇടയനോടുള്ളതാകുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലെ ഇടയന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ഇടയന്റെ ആടുകളുടെ സവിശേഷത എന്താ? ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോ ഏതിടയന്റെ ആടുകളാണോ നമ്മൾ, ആ ഇടയന്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ കഴിയും. പിന്നെ തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ഇടയനുമായിട്ടുള്ള ബന്ധം, ഇതാ ബന്ധം. ഇന്നത്തെ കാലഘട്ടത്തിൽ പേരിനല്ലല്ലോ പ്രസക്തി, നമ്പറിനും ബാർകോഡിനും പ്രസക്തിയുള്ള കാലമാണ്. എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ല, ഇടയൻ എനിക്കുമായിട്ടുള്ള ബന്ധം എന്റെ പേരുമായിട്ടുള്ള ബന്ധം. നമ്മുടെ ഇടയന് നമ്മളോടുള്ള ബന്ധം. നമുക്കൊരാളോട് അടുപ്പം തോന്നുന്നു. ഇങ്ങനെ നമുക്കൊരാളോട് നമ്മളെ ഏറ്റവും അടുത്തവരെ എങ്ങനെയാ വിളിക്കും? ഏറ്റവും അടുത്തവരെ നമ്മൾ വിളിക്കുന്നത് എന്തുവാ? പേരാ വിളിക്കുന്നത്, അല്ലേ? ഞാൻ ഞങ്ങളുടെ മാതൃസഭയെ ചെല്ലുമ്പോഴേ ഇപ്പൊ ഉള്ളൊരു പുതിയ പ്രവണത, അത് കാരണം ഒത്തിരി പേരവിടെ ഇല്ല, പുതിയ ആൾക്കാരാ. അതുകൊണ്ടാണ് എന്നെ ഭയങ്കര പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ അവരോട് പറയും, സി ഐ എം നോട്ട് യുവർ പാസ്റ്റർ, ഞാൻ നിങ്ങളുടെ പാസ്റ്റർ എന്ന് പറയും. ഞാൻ നിങ്ങളിൽ ഒരുവനാ. പാസ്റ്റർ എന്നുള്ളത് എന്റെ പദവിയൊന്നുമല്ല. പാസ്റ്റർ എന്നുള്ളത് ഒരു കോളിംഗ് മാത്രം, ഒരു ശുശ്രൂഷ മാത്രം, അല്ല പദവിയൊന്നുമല്ല. ഞാൻ അവരോട് പറയാറുണ്ട്. അങ്ങനെ വിളി കേൾക്കുമ്പോ എനിക്ക് വലിയ അകൽച്ചയാ തോന്നുന്നു. കാരണം എന്നെ അവരങ്ങനല്ല വിളിക്കും, എന്റെ പേരാ വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പലരും ഈ സ്വർഗത്തിലൊക്കെ പോയി, സ്വർഗത്തിൽ പോയെന്നൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് വെച്ചിട്ട് സ്വർഗത്തിൽ പോയ എന്നിട്ട് അതിനോട് കർത്താവ് പറഞ്ഞത്, പ്രിയ പാസ്റ്ററെ, നിന്റെ കാലമായിട്ടില്ല പൊക്കോട്. കർത്താവ് അവനെ പാസ്റ്റർ എന്ന് വിളിച്ചു. സത്യം, ഞാനിത് വായിച്ചതാ, ഞാൻ കള്ളം പറയല്ല, വായിച്ചതാ ഇത്. പ്രിയ പാസ്റ്ററെ, നിന്റെ സമയമായില്ല പൊക്കോളെ. എന്താ, എവിടെ വരെ ചെന്നെത്തി? എന്നാ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതെന്നറിയാം, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. ഒരാൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരു പ്രശ്നത്തിൽ, ഒരു ബുദ്ധിമുട്ടിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ പെട്ടെന്ന് കടന്നു വന്ന് നമ്മുടെ പേരൊന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസമാകില്ലേ? അത് തന്നെയാണിത്. ഇടയനോടുള്ളതാകുന്ന ബന്ധം, ഇടയനോടുള്ളതാകുന്ന ബന്ധം. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. പേറുകൊണ്ട് ഇടയൻ ആടുകളെ അറിയാവുന്ന ബന്ധം നമുക്കുണ്ടാകണം. ആ ബന്ധത്തിൽ തുടരുന്ന ഒരാൾക്ക് ഇടയന്റെ ശബ്ദം എപ്പോഴും കേൾക്കാൻ കഴിയും. എത്ര ദൂരെയാണെങ്കിലും ഇടയന്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയും. മറ്റൊന്ന്, ഇടയന്റെ ഏറ്റവും ചെറിയ ശബ്ദം പോലും കേൾക്കത്തക്കതുപോലെ
ഏറ്റവും ചേർന്ന് നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ പൊതുവായിട്ടുള്ളത് മാത്രമല്ല, പ്രത്യേകമായി പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഒന്ന്, നാം ഇടയനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. രണ്ട്, ഇടയനോട് എത്രത്തോളം ചേർന്ന് നടക്കുന്നോ അത്രത്തോളം ഇടയന്റെ ഹൃദയ തുടിപ്പുകളെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുന്നെങ്കിൽ, ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധാനത്തിൽ നമുക്ക് താഴ്ത്താം. ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾപ്പാൻ മാന്യമുള്ളതായി തീർന്ന അവസ്ഥയിൽ നിന്നും വാസ്തവമായിട്ടും ദൈവശബ്ദം കേൾപ്പാനായി ദൈവം നമുക്ക് കൃപ തരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരൊരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.